പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കേവർക്കും നേർമുഖം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സ്ത്രീയും പുരുഷനും സമന്മാരല്ലെന്ന ഒരു പ്രസ്താവന കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കേരളത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമ ലോകത്ത് വളരെ സജീവമായ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അതിന്ന് പല തലങ്ങളിലേക്കും കടന്നുപോയിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പ്രസ്താവിച്ചതാണ് ഇത്രത്തോളം ചർച്ചാ വിഷയമായത്. ദിവസങ്ങൾക്ക് മുമ്പ് സമസ്തയുടെ മേലാളായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തുടക്കമിട്ട ഈ ഒരു വിഷയം, അത് ഒരു സാമുദായിക നേതാവിൻ്റെ വായിൽ നിന്ന് വന്ന ഒരു ഉപദേശം എന്നതിനപ്പുറം അതിന്ന് രാഷ്ട്രീയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ വിഭാഗത്തിലും പെട്ട രാഷ്ട്രീയക്കാർ അത് ഇസ്ലാമിനെതിരെയും അനുകൂലവുമായി തിരിച്ചും മറിച്ചും ഉപയോഗിക്കുന്ന ഒരു തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഗൗരവം അത് തുടങ്ങി വെച്ചവരാരും ഇത്ര കണ്ടിട്ടുണ്ടാവില്ല. മലബാർ ഭാഗത്ത് രൂപപ്പെട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മെക്സവൻ എന്ന ഒരു വ്യായാമ കളരിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് കാന്തപുരം അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത്. സ്ത്രീയും പുരുഷനും ഇടകലർന്നുകൊണ്ടുള്ള ആ പരിപാടി ഇസ്ലാം അനുവദിക്കുന്നതല്ല എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യവും. എന്നാൽ അത് കുറെ കൂടെ ലഘുവായി ജനങ്ങളിൽ എത്തിക്കാൻ അദ്ദേഹത്തിനുൾപ്പെടെ എല്ലാവർക്കും കഴിയുമായിരുന്നു. സ്ത്രീയും പുരുഷനും ഇടകലർന്നുകൊണ്ട് ഉള്ള ആ പരിപാടി സ്ത്രീയും പുരുഷനും തുല്യരല്ലെന്നുള്ള ഒരു തലത്തിലേക്ക് ചർച്ച കൊണ്ടുപോകുന്നതിന് പകരം സ്ത്രീകളും പുരുഷന്മാരും പ്രത്യേകം വ്യായാമ മുറകൾ നടത്തൂ എന്ന് പറയുകയായിരുന്നുവെങ്കിൽ അത് ഇത്രത്തോളം ആഘാതം സൃഷ്ടിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അത് കാന്തപുരം ഉസ്താദും അങ്ങനെ പറഞ്ഞില്ല, അത് ഏറ്റെടുത്ത PMA സലാമും അങ്ങനെ പറഞ്ഞില്ല. സലാം തൻ്റെ പ്രസ്താവനയിലൂടെ അത് കുറച്ച് ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. പത്രസമ്മേളനം നടത്തി അതിന് അദ്ദേഹം കൊടുത്ത വിശദീകരണം സ്ത്രീയെയും പുരുഷനെയും ഒരുപാട് തമ്മിൽ അകറ്റുന്ന തലത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നതിലും തെറ്റില്ല. അദ്ദേഹം അതിന് പല ഉദാഹരണങ്ങളും പറയുന്നുണ്ട്. സ്ത്രീയും പുരുഷനും രണ്ടല്ലെങ്കിൽ അവർക്ക് എന്തിനാണ് പ്രത്യേകം സ്പോർട്സും ഗെയിംസും ഒക്കെ? അവർക്ക് എന്തിനാണ് പ്രത്യേകം വാഷിംഗ് റൂമുകൾ? അതുപോലെ നമ്മുടെ ബസ്സുകളിലൊക്കെ സ്ത്രീകൾക്ക് പ്രത്യേകം സീറ്റ് എന്തിനാണ്? തുടങ്ങിയുള്ള അദ്ദേഹത്തിൻ്റെ കുറെ ചോദ്യങ്ങൾ. ഇതെല്ലാം സത്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ തരത്തിലൊരു പുനരാഖ്യാനം അതിനാവശ്യമുണ്ടോ എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. ഇനി ആരിൽ നിന്ന് എന്ത് ഉപദേശമുണ്ടായാലും, അത് മതപണ്ഡിതനിൽ നിന്നല്ല, രാഷ്ട്രീയ നേതാവിൽ നിന്നല്ല, ആരിൽ നിന്നുണ്ടായാലും ഇന്നത്തെ ഈ കാലത്ത് മനുഷ്യൻ പുരോഗമനം എന്ന തരത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ തലങ്ങളും എടുത്തുപയോഗിക്കുന്ന ഈ കാലത്ത് എത്ര പേരെ തിരുത്താൻ കഴിയും എന്ന് ചിന്തിക്കണം.
ഇപ്പൊ വസ്ത്രധാരണത്തിന്റെ പേരിലായാലും ഇപ്പോൾ ഈ പറഞ്ഞ മെക്സവന്റെ പേരിലായിരുന്നാൽ തന്നെയും അതിൽ ഇടപെട്ടിരിക്കുന്ന എത്ര പേരെ തിരുത്താൻ ഈ പ്രസ്താവന കൊണ്ട് കഴിയും? അതിൽ ഇടപെട്ടിരിക്കുന്നവർ അത് തുടർന്നു പോവുകയുള്ളൂ. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ഈ സമീപകാലത്തായി നമ്മുടെ പണ്ഡിതന്മാർ അവര് എത്ര ഉന്നതിയിൽ നിന്നായിരുന്ന തന്നെ താഴ്ചയിൽ നിന്നായിരുന്നാൽ തന്നെയും ഏത് ലെവലിലുള്ളവരായിരുന്നാൽ തന്നെയും അവരിത്തരത്തിലുള്ള പ്രസ്താവനകൾ പലതും ഇറക്കി വാർത്തകളിൽ ഇടം സൃഷ്ടിക്കുന്നുണ്ട്. സത്യത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവനകളൊന്നും നടത്തേണ്ട കാര്യമില്ല. കാരണം ഇസ്ലാമിക ചട്ടവട്ടങ്ങൾക്കുള്ളിൽ ഇസ്ലാമിക അറിവ് ഉൾക്കൊണ്ടുകൊണ്ട് ആ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്. അവർക്ക് ഇതെല്ലാം അറിയാം. ഇസ്ലാം ഉണ്ടായത് ഇന്നോ ഇന്നലെയോ ഒന്നുമല്ലല്ലോ. 10,500 വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ഇസ്ലാമിന്റെ ഈ ചിട്ടവട്ടങ്ങൾ, ഈ നിയമങ്ങളെല്ലാം തന്നെ അന്നു മുതലേ തുടർന്നു പോരുന്നതാണ്. അതെല്ലാവർക്കും അറിയാം. ഇപ്പോൾ അതറിഞ്ഞിട്ടുള്ള ആൾക്കാർ, അതിൽ അറിവ് നേടിയിട്ടുള്ള ആൾക്കാർ, ആ പാരമ്പര്യം നിലനിർത്തുന്ന ആൾക്കാർ അവരതനുസരിച്ച് തന്നെ ജീവിക്കുന്നുള്ളൂ. അവരുടെ വേഷവിധാനമായിരുന്നാലും അതുപോലെ തന്നെ അവര് ദീൻ കൽപ്പിച്ചതിനപ്പുറത്തേക്കുള്ള സ്ത്രീ പുരുഷ ഇടകലരലുകൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് അവർ ജീവിക്കുന്നത്. അവർ സൂക്ഷിക്കേണ്ട അകലം പാലിച്ചും സൂക്ഷിക്കേണ്ട നിയമങ്ങൾ പാലിച്ചുമാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ ഇടയിലൊന്നും ഇടയ്ക്കിടെയുള്ള ഇത്തരത്തിലുള്ള ഉപദേശങ്ങളുടെ ഒന്നും ആവശ്യമില്ല. സത്യത്തിൽ അത് കൂടുതൽ ഇപ്പോൾ മനസ്സിലാകുന്നത് വാർത്തകൾ സൃഷ്ടിക്കുക, താങ്കൾ പറയുന്ന കാര്യങ്ങൾ ജനശ്രദ്ധയിലെത്തിക്കുക. ഇന്നിപ്പോൾ നമ്മൾ അറിയുമ്പോൾ ഈ മതപണ്ഡിതന്മാരിൽ നല്ല ഒരു ശതമാനം, പ്രത്യേകിച്ച് യുവാക്കളിൽ ഉള്ളത് യൂട്യൂബർമാരാണ്. അവർ പറയുന്ന വിഷയ വിവാദപരമാക്കി അത് പല തലത്തിലേക്ക് ഇട്ടുകൊടുത്ത് തങ്ങളുടെ വീഡിയോകളുടെ റീച്ച് വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും ഇവർക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സമ്പത്തുണ്ടാക്കുക അതൊരു വലിയ ലക്ഷ്യമാണ്. അത് സമുദായം തിരിച്ചറിയണം. സമുദായം തിരിച്ചറിഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങളെ സമുദായം നിയന്ത്രിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സമൂഹ മധ്യത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നം, ഇത് കയ്യിൽ കിട്ടുന്നവരെല്ലാം എടുത്ത് കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥ വരും. വായിൽ വന്നത് കോതയ്ക്ക് പാട്ടുപോലെ തോന്നിയ തരത്തിൽ ഇതെല്ലാം വ്യാഖ്യാനിച്ച് ഇസ്ലാമിനെ സമൂഹത്തിന്റെ മുന്നിൽ നാണം കെടുത്തുന്ന ഒരവസ്ഥ, അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാറുകാരൊക്കെ ഒരാഴ്ചയായി ആഘോഷിക്കുകയാണ്. കാരണം കുറെ മൗലവിമാർ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് തീറ്റ ഇട്ട് കൊടുക്കും. നീ ഇവർ തമ്മിലുള്ള വല്ല കൂട്ടു ബിസിനസ് ആണോ എന്ന് പോലും സംശയിച്ചാൽ തെറ്റില്ല. വിഷയങ്ങൾ ഇട്ട് കൊടുക്കും. അതിട്ട് അർമാദിച്ച് ഒരു സമുദായത്തെ നാണം കെടുത്തുന്ന അവസ്ഥയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറെ എക്സ് മുസ്ലിം, ഇതിനേക്കാൾ കഷ്ടമാണത്. മുസ്ലിമിനെ തങ്ങൾ ഒരു കാലത്ത് നിലനിന്നിരുന്ന സ്വന്തം വിശ്വാസത്തെ വിറ്റ് കാശാക്കാൻ ഒരുങ്ങുന്ന ഒരു വിഭാഗമാണത്. അത് സംഘപരിവാറുമായിട്ടുള്ള അന്തർധാരയാണ് കൂട്ടർ. ഇതെല്ലാം സത്യത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് തിരിച്ചറിയണം. ഇത്തരത്തിൽ തീറ്റ ഇട്ടു കൊടുക്കുന്ന പരിപാടി അവർ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ തരത്തിൽ സമുദായത്തെ സ്ഥാനത്തും അസ്ഥാനത്തും മോശപ്പെടുത്തുന്നത് ഇസ്ലാമിന്റെ ഇസ്സത്തിന് എത്രത്തോളം ബാധിക്കും എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. പലരും പറയുന്നുണ്ട് ഈ വാർത്താ മാധ്യമങ്ങൾ ഇത്രത്തോളം
മുന്നോട്ട് വന്നതുകൊണ്ടാണ് ഇതൊക്കെ ജനങ്ങളിലെത്തുന്നത്. ഇതിനു മുൻപും ഇതുപോലെ പണ്ഡിതന്മാർ ഓരോ ഫത്വകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നതാണ്, അന്നൊന്നും എത്താതിരുന്നതാണ്. അല്ല, ഒരിക്കലുമല്ല. നമ്മൾ ഈ നാട്ടിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറെ കൊല്ലങ്ങളായല്ലോ. നമുക്ക് മുൻതലമുറയിൽപ്പെട്ടതും നമ്മളിൽപ്പെട്ടതുമായ എത്രയോ പണ്ഡിതന്മാരെ നമ്മൾ കണ്ടിരിക്കുന്നു. അവരൊക്കെയായിട്ടും എത്രത്തോളം നമ്മൾ ഇടപെട്ടിരിക്കുന്നു. അവരിൽ നിന്നും അമിതമായ, അല്ലെങ്കിൽ ഒരു മനുഷ്യ സമൂഹത്തിന്റെ വിദ്യാഭ്യാസത്തിനും വിവരത്തിനും അനുസരിച്ചുള്ള വല്ലാത്ത തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങളും ഉണ്ടായതായിട്ട്, ഉപദേശങ്ങളും ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അഥവാ ഉണ്ടെങ്കിൽ അവർ പഠിപ്പിക്കുന്ന ശിഷ്യന്മാർക്ക് അവർ ആ പഠന ക്ലാസ്സുകളിൽ എന്തെങ്കിലുമൊക്കെ ഉപദേശിക്കും എന്നുള്ളതേ ഉള്ളൂ. ഇന്ന് മാധ്യമങ്ങൾ ഒരുപാട് പുരോഗമിക്കുമ്പോൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഓരോ മനുഷ്യന്റെയും കൈവിരൽ ഒതുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആർക്കും എന്തും പറയുക. ഓരോ ദിവസവും വെളുക്കുന്നത് ഒരു വിവാദവുമായിട്ടായിരിക്കണം. വിവാദമില്ലാത്ത ദിവസങ്ങൾ എന്തോ നഷ്ടപ്പെട്ടതുപോലെയാണെന്നുള്ള ഒരു തോന്നലാണ് ജനങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഈ രീതി മാറണം. ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് സാധാരണക്കാർ ഒഴിഞ്ഞു നിൽക്കണം എന്ന് തന്നെയാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. പുതിയൊരു വിഷയവുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും. നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട്, ഇത് വ്യൂ ചെയ്തുകൊണ്ട്, ഇതിന് ലൈക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഈ നേർമുഖം എന്ന ചാനലിനെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾ ഏവരും നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു സഹകരണം, ഇതാരംഭിച്ചിട്ട് ഏകദേശം 3 ആഴ്ചയേ ആയിട്ടുള്ളൂ എങ്കിൽ തന്നെയും അപ്രതീക്ഷിതമായ സഹകരണം പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ നിന്ന്, എൻ്റെ വായനക്കാരിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് തുടർന്നും ഉണ്ടാകണം. കൂടുതൽ കാര്യങ്ങളുമായി നിങ്ങളുമായി സംവദിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.